അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും ജാടയാവാനും തുടങ്ങി. അത് പ്രകടിപ്പിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നവർ, ഞാൻ ഇതിന്റെയൊക്കെ ആളാ, ഞാൻ അത്രയൊക്കെ കൊടുക്കും, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് നോക്കുന്നവരും കാണുന്നവരുമൊക്കെ എന്നെയൊന്ന് ബഹുമാനിക്കട്ടെ, എന്നെയൊന്ന് നോക്കട്ടെ എന്ന ഒരു തരം ജാട, അഹങ്കാരം ലോകത്തിന്റെ തിരുദൂതനോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ എന്താണ് കിബർ? അൽ കിബ്റു ബത്തറുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ തള്ളിക്കളയലുമാണ് അഹങ്കാരം. ഇന്ന് അഹങ്കാരം പലരുടെ ജീവിതത്തിലുമുണ്ട്. ഒരുപക്ഷെ തറവാടിത്തത്തിന്റെ പേരിൽ, ഒരുപക്ഷെ പണത്തിന്റെ പേരിൽ, ഒരുപക്ഷെ ദുനിയാവിലുള്ള സ്ഥാനമാനത്തിന്റെ പേരിൽ ഒരു തരം കിബർ, ആളുകൾക്കിടയിൽ പൊങ്ങച്ചം, ജനങ്ങളിൽ നിന്ന് പ്രശസ്തി കിട്ടാനുള്ള ആഗ്രഹം, ഇതൊക്കെ മനുഷ്യനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാ. കുടുംബക്കാർക്കിടയിൽ നമ്മൾ അത്യാവശ്യം കൊടുക്കുന്നവരാണെങ്കിൽ അവർക്കിടയിൽ നമുക്കൊരു കിബറ. നമ്മളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കുന്നതിന്റെ അളവ് നമ്മൾ കുറയ്ക്കും. നമ്മളെ കാണുമ്പം ചിരിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു ചിരിക്കാൻ നമ്മളൊന്ന് മടിക്കും. സൗകര്യപ്പെടുന്നവരോടെ ചിലര് സലാം പറയൂ, ചില ആളും തരവും നോക്കിയേ ചിലര് ബന്ധം കൂടൂ, ചില ആളുകളെ മാത്രമേ ക്ഷണിക്കൂ. പലപ്പോഴും കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചു ചെല്ലുന്ന നമുക്ക് പോലും കിട്ടുന്നത് രണ്ട് തരത്തിലുള്ള സ്വീകരണമാ. വേണ്ടപ്പെട്ട അത്യാവശ്യം സ്ഥാനമാനങ്ങളും നാട്ടിൽ നിലയും വിലയും തറവാടിത്തവും ഉണ്ടെങ്കിൽ അവൻ വരുന്ന വാഹനത്തിന്റെ അരികിൽ ചെന്ന് അവന്റെ കൈപിടിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോയി സദസ്സിലിരുത്തി വിളമ്പിക്കൊടുക്കുന്ന മക്കളുടെ മുഖത്തേക്ക് നോക്കി ബുഫക്കാരനെ ഓർമ്മപ്പെടുത്തും, വേണ്ടപ്പെട്ടവനാ, നല്ല നിലക്ക് നോക്കണം, അവന് ക്യൂ നിന്ന് വാങ്ങേണ്ടതില്ല, അവൻ ആളുകളുടെ സങ്കടങ്ങൾ സഹിക്കേണ്ടതില്ല. എന്നാൽ അതിനുശേഷം വന്നത് അതേ നാട്ടിലെ ക്ഷണിക്കപ്പെട്ട ഒരു പാവപ്പെട്ടവനും ദിവസക്കൂലിക്കാരനും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ദരിദ്രനുമാണെങ്കിൽ നിന്ന സ്ഥലത്ത് നനങ്ങാതെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും, പുഞ്ചിലൊരു ആർക്കോ വേണ്ടി ഒരു പുഞ്ചിരിയും വരുത്തി, നടന്നോ, അവിടെയാ ഭക്ഷണം, അത് തിന്നിട്ട് പോന്നോ എന്നാംഗ്യം കാണിക്കുന്ന ഇരട്ട മുഖം വരെ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളാ. അൽ കിബ്റു ബത്തറുൽ ഹഖി വഗംതുൻ നാസ്, ജനങ്ങളെ പുച്ഛത്തോടെ കാണുക, സ്വയം കൂടിയതിന്റെ പേരിൽ, സ്വന്തം ഒരുപാട് ഉണ്ടായിപ്പോയതിന്റെ പേരിൽ. ലോകത്തിന്റെ തിരുദൂതൻ ആവർത്തിച്ച് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ, അഹങ്കാരത്തിൽ നിന്ന് ഒരണുമണി തൂക്കം ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇന്ന് നമുക്ക് കിട്ടിയതെല്ലാം, ഈ ലോകത്ത് നമുക്ക് വെച്ച് നീട്ടിപ്പെട്ടതെല്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാ. അല്ലാഹു നൽകിയതേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ. അല്ലാഹ് തീരുമാനിച്ചാൽ അഹങ്കാരത്തെ മണ്ണിനടിയിലാക്കാൻ പടച്ച റബ്ബിന് നിമിഷങ്ങൾ മതി. ഓരോ അനുഭവങ്ങൾ കൺമുൻപിൽ കാണുമ്പോ, 18 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് അത്യാവശ്യം ശമ്പളം കിട്ടിയപ്പോ നാട്ടിലവൻ കൊട്ടാരം പണിതു. നാട്ടിൽ വരുമ്പോ നാട്ടുകാർക്കിടയിൽ ജാട കാണിച്ചു നടന്നു. ഒരുപാട് അഹങ്കാരത്തിന്റെ രീതികളും സ്വഭാവങ്ങളും കാണിച്ചു. 100 രൂപയുടെ മത്സ്യം വാങ്ങുന്നവനോട് എന്തിന് പിശുക്കത്തരം കാണിക്കണം, ഒരു 500-ന് വാങ്ങിക്കൂടെ എന്ന് നാട്ടുകാർക്കിടയിൽ അവൻ പേരെടുക്കാൻ ചോദിച്ചു. വീട്ടിന്റെ പോർച്ചിന് വേണ്ടി ലക്ഷങ്ങൾ വാരിവതറി, വീട്ടിന്റെ മുറ്റത്തിന് വേണ്ടി വ്യത്യസ്ത കടപ്പകൾ കൊണ്ടുവന്ന് കറുകപ്പുല്ല് പിടിപ്പിച്ചു. പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് കണ്ണീര് കുടിക്കുമ്പോ വീട്ടിന്റെ ഗേറ്റിന് 3 ലക്ഷം രൂപ ചെലവിൽ റിമോട്ട് കൺട്രോളുകൾ ഉണ്ടാക്കി നാട്ടുകാർക്കിടയിൽ പേരെടുക്കാൻ സാധിച്ചു. ഓരോരോ പാചക രംഗങ്ങൾ കണ്ട്, പാചകത്തിന്റെ സീരിയലുകൾ കണ്ട് പാചകം വെക്കാൻ വേണ്ടി ഭക്ഷണ സാധനങ്ങൾ വെറുതെ നശിപ്പിച്ചു. എങ്കിൽ മനുഷ്യ, അല്ലാഹുവിന്റെ തീരുമാനം ഒരു നിമിഷം അവന്റെ നേരെ മാറി വന്നു. 19ാമത്തെ കൊല്ലം ശ്വാസമയക്കുമ്പോ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ നിന്നും വേദന അനുഭവപ്പെട്ടപ്പോ ഇപ്പോഴും ദിവസത്തിൽ 1 ഡയാലിസിസ് നടത്തി സമ്പാദ്യം മുഴുവനും വിറ്റ് കിടപ്പാടം പണയപ്പെടുത്തി അവസാനം സ്വന്തം മക്കളെ തെരുവിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്ന ഗതികേട് അല്ലാഹ് കൺമുൻപിൽ കാണിക്കുമ്പോ അഹങ്കരിക്കല്ലേ മനുഷ്യരെ. അല്ലാഹ് എന്ത് തന്നാലും അത് അല്ലാഹ് തന്നതേയുള്ളൂ. നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലാഹ് തീരുമാനിച്ചാൽ കോടികൾ നശിപ്പിക്കാൻ അല്ലാഹ്ക്ക് സെക്കൻഡ് മതി. ഒരു പക്ഷേ കോടികൾ കിട്ടാൻ 1-10 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. അല്ലാഹ്ക്കത് നശിപ്പിക്കാൻ നിമിഷം നേരം മതി. അതല്ലേ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും. അത്യാവശ്യം സാമ്പത്തികവും അത്യാവശ്യം ദുനിയാവിൽ ചില സ്ഥാനങ്ങളും കിട്ടുമ്പോ എന്റെ തലയൊന്നും ഉയരല്ലേ, എന്റെ നെഞ്ചൊന്ന് വികസിക്കല്ലേ. വലാ തംശി ഫിൽ അർളി മറഹ,
വലാ തുസഇർ ഹദ്ദക ലിന്നാസ്, നിന്റെ മുഖത്ത് പോലും ആ വ്യത്യാസം നീ കാണിക്കരുത്. ഇന്നുണ്ട് ചിലർക്ക് ആ മുഖവ്യത്യാസം, ചിലരോട് താല്പര്യമില്ലാത്ത ഒരു നെവർ മൈൻഡ്, ഒരു തരം ജാട, ചിലരോട് സംസാരിക്കാൻ ഒരു മടിയില്ല, ചിലരോട് ഒന്ന് അടുത്തുകൂടാൻ ഒരു താല്പര്യമില്ല. കുടുംബക്കാർക്കിടയിൽ ജ്യേഷ്ഠൻ അത്യാവശ്യം പണമുണ്ടായാൽ അനിയനെ കണ്ണു പിടിക്കുന്നില്ല, അനിയൻ അത്യാവശ്യം സാമ്പത്തികമുണ്ടായാൽ പെങ്ങന്മാരെ കണ്ണു പിടിക്കുന്നില്ല. മക്കൾക്കിടയിൽ പോലും രക്ഷിതാക്കൾ വേർതിരിവ് കാണിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചൊരു വാക്യമുണ്ട്, വലാ തുസഇർ ഹദ്ദക ലിന്നാസ്, നിന്റെ മുഖം കൊണ്ട് പോലും ഒരുത്തനോട് ഒരു മോശമായ പെരുമാറ്റം, ഒരാംഗ്യം നിന്റെ മുഖത്തുണ്ടാവാൻ പാടില്ല. കാരണം വലാ തംശി ഫിൽ അർളി മറഹ, ഈ ഭൂമിക്ക് മുകളിൽ നീ അഹങ്കാരത്തോടെ ജീവിക്കരുത്. നീ എത്ര തല ഉയർത്തിപ്പിടിച്ചാലും, നീ എത്ര നെഞ്ച് വിടർത്തിപ്പിടിച്ചാലും, ഇന്നക ലൻ തഹ്രികൽ അർള, പടച്ച റബ്ബിന്റെ ഭൂമി ഒന്ന് പിളർത്താൻ നിന്നെ കൊണ്ട് പറ്റില്ല. എവിടെയൊക്കെ നീ ആളറിയാതെ വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിലും, ഏതൊക്കെ കച്ചവട സ്ഥാപനത്തിന്റെ സമുച്ചയങ്ങൾ നിന്റെ പേരിലാണെങ്കിലും, ഏതൊക്കെ നിലകൾക്ക് മുകളിൽ നിന്റെ കോടികളുടെ ഫ്ലാറ്റ് ഉണ്ടെങ്കിലും, ആളറിയാതെ എവിടെയൊക്കെ നീ തെങ്ങുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും, അള്ളാന്റെ ഭൂമിയിൽ ഒരു ചെറിയ വടവ് വരുത്താൻ നിന്നെ കൊണ്ട് പറ്റില്ലടോ. അതറിയണമെങ്കിൽ നീ ഒരു ധാന്യമണി മുളച്ചിടണം. ആ ധാന്യമണി കുഴിച്ചിടുമ്പോ ഈ ഭൂമിയെ പളർത്തി അതിന്റെ നിസ്സാരമായ തണ്ട് പുറത്തേക്ക് മുളയായിട്ട് വരും. എങ്കിൽ മനുഷ്യ, അള്ള നിന്നെ വെല്ലുവിളിക്കുന്നു, നിസ്സാരമായ ആ മുളയുടെ തണ്ട്, ആ ധാന്യത്തിന്റെ മുള നീ ഒന്ന് പൊട്ടിച്ചെടുത്ത് ആ ധാന്യത്തിന്റെ അരികിലേക്ക് തിരിച്ചൊന്ന് കുത്തിത്താഴ്ത്തണം. പറ്റുമോ നിന്നെ കൊണ്ട്? ആ ധാന്യത്തിന്റെ അരികിലേക്ക് എത്തിക്കാൻ മാത്രം ആ തണ്ടിന് ശക്തിയില്ല, പൊടിഞ്ഞു പോകുന്നതാണ് അതിന്റെ മുളയെങ്കിൽ നീ അറിഞ്ഞോ മനുഷ്യ, ഇന്നക്കലൻ തഹ്രികൽ അർള, അഹങ്കരിക്കാനുള്ള ഒരവകാശവും അള്ളാഹു നിങ്ങൾക്കാർക്കും നൽകിയിട്ടില്ല. അതവനു മാത്രമാ, അവനത് കാണിക്കുന്നില്ല. ഈ ലോകത്തിന്റെ ആധിപത്യം അള്ളാഹുവിന്റെ കയ്യിലായിട്ടും എത്രമാത്രം കാരുണ്യം അവൻ നമ്മളോട് കാണിക്കുന്നു. എന്നെയും നോക്കുന്നു, കോടീശ്വരനെയും നോക്കുന്നു, എന്നെയും നോക്കുന്നു, ഒരിറ്റു വെള്ളം കിട്ടാതെ ദാഹിക്കുന്നവനെയും നോക്കുന്നു, എന്നെയും നോക്കുന്നു, നാൽക്കാലികളെയും നോക്കുന്നു, നാൽക്കാലികളെയും നോക്കുന്നു, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കണ്ണീര് കുടിക്കുന്നവനെയും നോക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, ഈ ദുനിയാവിൽ അഹങ്കരിക്കാൻ വകുപ്പില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂല, നീ എത്ര നെഞ്ചു വിരിച്ചാലും തല പൊന്തിച്ചു പിടിച്ചാലും അള്ളാഹുവിന്റെ പർവ്വതത്തിന്റെ അത്ര തല ഉയർത്താനും നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളാണ് നമ്മളെങ്കിൽ, നമ്മളെ ഇസ്ലാമിനെ അമുസ്ലിമീങ്ങളും നമ്മളെ ഇതര വിശ്വാസികളും ഇഷ്ടപ്പെടണമെങ്കിൽ കിബിറെന്ന വൃത്തിഹീനമായ തോന്നിവാസ സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ ലോകത്തിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും അഹങ്കരിക്കുന്നവൻ പിശാചിന്റെ വർഗത്തിൽപ്പെട്ടവനാ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അബാ ഫസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, കാഫിർ വർഗത്തിൽപ്പെട്ട അഹങ്കാരിയായ ആ പിശാചുണ്ടല്ലോ, അവൻ മാത്രമേ സുജൂദ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അവൻ ആരാ? ഫസ്തക്ബറ, അഹങ്കാരിയ. അഹങ്കാരികളുടെ ജീവിതം ശൈത്താന്റെ ജീവിതത്തിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട സ്വഭാവത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അഹങ്കാരമില്ലാത്തൊരു മനസ്സിന്റെ ഉടമയാവുക. അതോടൊപ്പം കോപം നിയന്ത്രിക്കുന്നവരുമാകണം. എടുത്താൽ ഒന്നിന് രണ്ട് തിരിച്ചു മറുപടി പറയുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദേഷ്യം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ, ദേഷ്യപ്പെട്ട് ജയിക്കൽ ഒരു വിജയമായി കാണുന്നവർ, ദേഷ്യം പിടിച്ച പിന്നെ സംസാരിക്കുന്നത് എന്താ എന്ന് പോലും ഓർമ്മയില്ലാത്തവർ, നാവുകൊണ്ട് ആരെയും സങ്കടപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നവർ, നാവുകൊണ്ട് പലരുടെ മാനത്തിനും പ്രയാസങ്ങൾ വരുത്തിയവർ, ഒന്നിന് 10 തിരിച്ചു പറഞ്ഞാലേ ആണത്തമാകൂ, അതേ ഒരു ഭർത്താവിന്റെ ശ്രേഷ്ഠതയാവൂ ഇന്ന് തെറ്റിദ്ധരിച്ച ഭർത്താക്കന്മാരും ആണുങ്ങളും സ്ത്രീകളും ഇന്ന് സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാരോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നവർ, ഒരായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഴുതയെ പോലെ ഭാരം വഹിച്ചിട്ടും കുടുംബത്തിൽ പെണ്ണിന്റെ നാവ് കൊണ്ട് മനസ്സമാധാനം കിട്ടാത്തവർ, ആരുമറിയാതെ കുടുംബത്തിന് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ടും തന്റെ ഭർത്താവിന്റെ നാവിനെ കൊണ്ട് സങ്കടം വരുത്തുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ, അങ്ങനെ പലരും കോപം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിലൊക്കെ ചിലരെ പറ്റി ആളുകൾ പറയാറില്ലേ, ആളൊക്കെ ഉഷാറ,
നല്ല നിസ്കാരം, നോമ്പ്, കൊടുക്കാനും താല്പര്യമുണ്ട്, ദീനിന്റെ നടുക്കഷണങ്ങളാ അവരൊക്കെ. പക്ഷേ മൂക്കത്താ ദേഷ്യം. ആ ദേഷ്യമുള്ളവൻ നല്ല വിശ്വാസിയല്ല. ദേഷ്യമുണ്ടോ അവൻ ഈമാനില്ലാത്തവൻ എന്നാ വിശുദ്ധ ഖുർആനിന്റെ വചനം. ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, വിശ്വാസികൾ ഒരിക്കലും അമിതമായി കോപിക്കുകയില്ല. അവര് കോപിക്കും അള്ളാന്റെ ദീനിന് വേണ്ടി മാന്യമായ നിലക്ക്. ഒരു യുദ്ധവേളയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ശത്രുവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. സഹാബാക്കൾ ചുറ്റും കൂടി നിന്ന് പറഞ്ഞു, അലി, അവൻ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാ, അവനെ പരാജയപ്പെടുത്തണം. വാശിയേറിയ യുദ്ധത്തിനിടയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ വെട്ടേറ്റ് ശത്രുവിന്റെ വാള് തെറിച്ചു. ഉടനെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുൻപിൽ ആ ശത്രു മണലിലേക്ക് കമന്നടിച്ചു വീണു. ഊരിപ്പിടിച്ച വാളുമായി ശത്രുവിന്റെ കഴുത്തിന്റെ നേരെ വാളുമാൻ നിൽക്കുമ്പോ ചുറ്റുള്ള സഹാബത്ത് വിളിച്ചു പറഞ്ഞു, ഉഖ്തുൽ, അലി കൊല്ലണം, ഇസ്ലാമിന്റെ ശത്രുവാണ് അവൻ. ഓഞ്ഞോങ്ങുന്ന വാളിനിടയിൽ കിടക്കുന്ന ശത്രു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തുപ്പി. ഊരിപ്പിടിച്ച വാള്, ദേഷ്യത്തോടെ വീശിയെടുത്ത വാള് പിന്നീട് തന്റെ ഉറയിലേക്ക് തിരികെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നു. സഹാബാക്കൾക്ക് അത്ഭുതം തോന്നി. റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നവർ പരാതി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അലി ശത്രുവിനെ കൊന്നില്ല. ഊരിപ്പിടിച്ച വാളുമായി കൊല്ലാനുള്ള സൗകര്യം കിട്ടിയിട്ടും അലി കൊന്നില്ല നബിയെ, കാരണം അന്വേഷിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ച് അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു, അലി, എന്തുകൊണ്ടാ മോനെ നീ കൊല്ലാതിരുന്നത്? സങ്കടത്തോടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവനോട് യുദ്ധം ചെയ്യുമ്പോ അവന്റെ വാള് തെറിച്ചു പോയി മണലിലേക്ക് വീഴുന്നത് വരെ അവൻ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. അങ്ങനെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ, ഇസ്ലാമിന്റെ ശത്രു, മുസ്ലിമീങ്ങളുടെ ശത്രു. പക്ഷേ പ്രവാചക, ഞാൻ അവന്റെ കഴുത്തിന്റെ നേരെ വാള് പിടിച്ചപ്പോ അവൻ എന്റെ മുഖത്തേക്ക് തുപ്പി നബിയെ. ആ തുപ്പൽ എന്റെ മുഖത്ത് വീണപ്പോ എന്റെ കൈക്കൊരു ശക്തി കൂടിയതുപോലെ എന്റെ മുഖത്തേക്ക് തുപ്പിയത് കൊണ്ടാണോ ഞാൻ അവനെ കൊല്ലുന്നത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി റസൂലേ. എന്റെ കൈക്ക് ആ ദേഷ്യം കൂടിയതുപോലെ, എന്റെ കൈക്കൊരു പ്രത്യേക ദേഷ്യം വന്നതുപോലെ, അങ്ങനെ എങ്ങാനും ഞാൻ അവനെ കൊന്നാൽ അള്ളാന്റെ പരലോകത്ത് ദേഷ്യം കൊണ്ട് അവനെ കൊന്നവനായി അള്ളെന്നെ പരിഗണിച്ചാലോ റസൂലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറ്റവാളിയായി പോകും. എനിക്ക് തോന്നി പ്രവാചക, ആ സമയത്ത് ഞാൻ അവനെ കൊന്നാൽ ഇസ്ലാമിന്റെ ശത്രുവിനേക്കാൾ ഏറെ ഞാൻ അവനെ വെറുക്കാനുള്ള കാരണം എന്റെ മുഖത്തേക്ക് അവൻ തുപ്പിയത് കൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി നബിയെ. അതുകൊണ്ടാ ഞാൻ അവനെ കൊല്ലാതിരുന്നത്. ആലോചിച്ചു നോക്കൂ, അത്രമാത്രം കോപം നിയന്ത്രിച്ചവർ ആ മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ കുടുംബങ്ങളുടെ അവസ്ഥയോ? വൽ ഖാദിമീനൽ ഗൈള, വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, വിശ്വാസികളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഒരു ലക്ഷണം അവർ കോപം നിയന്ത്രിക്കുന്നവരായിരിക്കും, ദേഷ്യം നിയന്ത്രിക്കുന്നവരായിരിക്കും. സഹിക്കാനാവാത്ത പലതും ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോ കൈകൊണ്ടോ നാവുകൊണ്ടോ ഒരാൾക്കും സങ്കടം വരുത്താത്തവർ ലോകത്തിന്റെ തിരുദൂതന്റെ അരികിൽ വന്ന് അതുകൊണ്ടൊരു സഹാബി ചോദിച്ച സന്ദർഭം, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഔസീനി ബിൽ ജന്ന, എനിക്ക് സ്വർഗം വേണം നബിയെ, എനിക്കൊരു ഉപദേശം തരണം. അള്ളാന്റെ തിരുദൂതൻ എന്തേ പറഞ്ഞത്? കൃത്യമായിട്ട് അവ്വല് വക്തിന് പള്ളി ചെന്ന് ജമാഅത്തിന് നിസ്കരിച്ചോ, നാട്ടിൽ നല്ല ദീനീ പ്രവർത്തകനായി കൂടിക്കോ, അല്ലെങ്കിൽ നീ നിന്റെ കയ്യിലുള്ളത് കോടികൾ ചെലവാക്കിക്കോ എന്നല്ല. ഓരോ മുസ്ലിങ്ങളും ചിന്തിക്കണം, ഭാര്യയോട് ദേഷ്യപ്പെട്ടാലും, പള്ളിക്കാരനോട് ദേഷ്യപ്പെട്ടാലും, റോട്ടുവക്കിൽ ദേഷ്യപ്പെട്ടാലും, രാത്രി ഒന്ന് എതിര് വരുന്ന വാഹനം ഡിമ്മടിക്കാൻ സമയം വൈകിപ്പോയതിന്റെ പേരിൽ ഡോറും തുറന്ന് അവനെ പൊലയാട്ട് വിളിക്കുന്നവർ, റോഡ് സൈഡിൽ സങ്കടങ്ങളോടെ സംസാരിക്കുന്നവർ, പല രംഗത്തും ദേഷ്യം എന്തിന്റെ പേരിലാണെങ്കിലും ആ ദേഷ്യം കൊണ്ടു നടക്കുന്നവര് ചിന്തിക്കട്ടെ, ഔസീനി ബിൽ ജന്ന, റസൂലേ എനിക്ക് സ്വർഗം വേണം, ഇനി ഒന്ന് ഉപദേശിക്ക് താങ്കൾ. അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കരുത്. വീണ്ടും സഹാബി ചോദിച്ചു, ഔസീനി, വീണ്ടും നബിയെ എനിക്ക് എന്തെങ്കിലും ഉപദേശം താ. ലാ തഗ്ളബ്, നീ കോപിക്കരുത്. 3 തവണയാ അള്ളാഹുവിന്റെ തിരുദൂതൻ ആ സന്ദർഭം വിശദീകരിച്ചത്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും അൽ ഗളബു മിനശ് ശൈത്വാൻ, ദേഷ്യം പിശാചിന്റെ സ്വഭാവമാ. ഇന്ന് പല കുടുംബങ്ങളിലും നാവ് നിയന്ത്രിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. കെട്ടിയ പെണ്ണിനെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്നവർ, കെട്ടിയ പെണ്ണിന്റെ മരിച്ചുപോയ വാപ്പാനെ വരെ ചീത്ത പറയുന്നവർ, പെണ്ണിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് നാവ് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഭർത്താക്കന്മാർ, തിരിച്ചു പറയാൻ കൈവില്ലാത്തതിന്റെ പേരിൽ എന്റെ മഹർ കെട്ടിയ പെണ്ണിന്റെ കഴുത്തിൽ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ ഞാനെങ്ങാനും വേണ്ടെന്ന് വെച്ചാൽ ജീവിതമില്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കും ആ പെണ്ണിനുമുള്ളത് കൊണ്ട് തന്നെ പെണ്ണിനെ മാത്രം ജയിക്കുന്ന നാണം കെട്ട ഭർത്താക്കന്മാരുണ്ട്.
നാവ് കൊണ്ട് ചീത്ത പറയുന്നവർ